ഹായ്, ഞാൻ വീണ്ടും വന്നു. എനിക്കൊരു 5 മണിക്കൂർ വാച്ചിങ് അവർ വേണം നാളെ. ഞാൻ ഒരാൾക്ക് ബെറ്റ് വെച്ചിട്ട് വന്നേ, നാളെ കൊണ്ട് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആക്കും. 4000 വാച്ചിങ് അവർ ആക്കുന്നു കേട്ടോ. അപ്പോൾ ഒരു 3600 ആയിട്ടുണ്ട്. ഒരു 400 വാച്ചിങ് അവർ കൂടെ വേണം. ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് ഏകദേശമൊക്കെ ചീറ്റിപ്പോകുന്ന രീതിയിലാണ് എടുത്തേക്കുന്നത്. ഭയങ്കര കാറ്റായിരുന്നു, അതുകൊണ്ട് നമ്മളെടുത്തത് അത്ര ശരിയായില്ല. നമ്മളിപ്പോൾ അവിടെ നിന്ന് നേരെ കൊള്ളി ഹിൽസിൽ വന്നു. നമ്മുടെ ഹെയർ പിന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. അപ്പം എല്ലാവരും ചോദിച്ചു, നാളത്തേക്ക് ലോട്ടറി ഒന്നും അടിച്ചില്ലല്ലോ ഓണം ആഘോഷിക്കാനുള്ള. അങ്ങനെ നമുക്ക് പൈസ എല്ലാം കിട്ടിയിട്ട് എങ്ങനെയാണോ നമ്മൾ ആഘോഷിക്കുക? നമ്മളങ്ങ് ആഘോഷിക്കുക. നമ്മൾ ആഘോഷിക്കുമ്പം അതിൻ്റെ കൂടെ പൈസയൊക്കെ വന്നോളും. നമ്മുടെ ജീവിതത്തിൽ പൈസയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആഘോഷിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ആഘോഷിക്കാൻ സമയമൊന്നും കാണത്തില്ല. നമുക്ക് പൈസ ഉണ്ടാക്കി കഴിയുമ്പം നമുക്കത് ആഘോഷിക്കാനുള്ള സാഹചര്യം ആയിരിക്കണമെന്നില്ല. അതിൻ്റെ അനുസരിച്ച് നമ്മുടെ ആരോഗ്യം ഉണ്ടായിരിക്കണമെന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മളുള്ള സമയം ആഘോഷിച്ച് ജീവിക്കുക. പൈസ അതിൻ്റെ കൂടെ അങ്ങ് വന്നോളും. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യണം. ഇപ്പോൾ ഒരു ബിരിയാണി തിന്നണമെന്ന് ആഗ്രഹിച്ചെന്ന് വെച്ചു, അമ്മാര് വിഷയമാവല്ലോ. ഒരു ബിരിയാണി തിന്നണമെന്ന് ആഗ്രഹിച്ചെന്ന് വെച്ചു, നിങ്ങൾ ആ ബിരിയാണി കഴിച്ചില്ല. നിങ്ങൾ ഉള്ള വരവ് ചിലവ് ബാലൻസ് ചെയ്ത് ജീവിക്കുന്ന ആ ബിരിയാണി കഴിച്ചില്ല. നിങ്ങൾ ഒരു 10 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം അങ്ങ് നശിച്ചു. ആ ആഗ്രഹം മാറി. അന്നേരം നിങ്ങളുടെ ഈ പൈസ ഒരുപാട് പൈസ നിങ്ങളുടെ ഉണ്ട്. അന്നേരം അതിലൊരു വാല്യൂ ഇല്ലാതെ പോയില്ല. നിങ്ങളുടെ ഒരു ആഗ്രഹം നിങ്ങൾ അവിടെ കളഞ്ഞു. അതേ സാഹചര്യത്തിൽ നിങ്ങൾ അന്ന് ഒരാളെ കയ്യിൽ നിന്ന് ബിരിയാണിയുടെ പൈസ വാങ്ങിച്ച് ബിരിയാണി തിന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ആ പൈസ തിരിച്ചു കൊടുക്കാമായിരുന്നു. അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ എല്ലാവരും പറഞ്ഞു കൊടുക്കാറ്. അല്ലാതെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ത്യജിച്ചിട്ട് നിങ്ങൾ ജീവിക്കാൻ ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കാറില്ല. ഞാൻ അങ്ങനെ ജീവിക്കാറുമില്ല. അതുകൊണ്ട് എത്ര ലോട്ടറി എടുത്ത് അടിച്ചില്ലെങ്കിലും എനിക്കങ്ങനെ സങ്കടവും വരാറില്ല. പോയ പൈസയെക്കുറിച്ച് ഓർത്ത് ഞാൻ വിഷമിച്ചിരിക്കാറുമില്ല. പോയ പൈസ എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നതിനെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കത്തുള്ളൂ. അത് നമ്മൾ തിരിച്ചു പിടിക്കുകയും ചെയ്യും. പിന്നെ കുറേ യാത്രകളൊക്കെ ചെയ്യുക, കുറേ സമാധാനമൊക്കെ വരും. പിന്നെ നാളത്തെ ഒരു ദിവസം ഓണമല്ലേ, നിങ്ങൾ ഇത്രയും നാളൊക്കെ ആർക്കെങ്കിലുമൊക്കെ വേണ്ടിയായിരിക്കുമല്ലോ നിങ്ങൾ ജീവിച്ചേ. നാളത്തെ ഒരു ദിവസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ജീവിച്ച് നോക്കുക. ഫോണങ്ങ് ഓഫ് ചെയ്ത് വെച്ചേരെ, ആരും വിളിച്ചാലും എടുക്കണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരാഗ്രഹം നാളെ നിങ്ങളങ്ങ് സാധിച്ചു നോക്കിയേ. അതൊക്കെ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ അവസാനം. നമ്മളിപ്പോൾ എവിടെയും തളർന്ന് കിടന്ന് നമ്മുടെ മുമ്പിൽ ഓർക്കാൻ നമുക്കൊന്നും കാണത്തില്ലല്ലോ. നമ്മൾ കിടന്ന കഷ്ടപ്പാട് മാത്രമല്ല കാണത്തുള്ളൂ. അത് വിടും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നിൽക്കുക. അത് ചെയ്ത് റിസ്ക് എടുത്താലും നിങ്ങൾ ചെയ്തോണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ചെയ്യുക. ഓക്കെ, അപ്പം അടിപൊളിയായിട്ട് ഒരു ഹാപ്പി ഓണം ആഘോഷിക്കുക. ഓക്കെ, അപ്പോൾ ഉള്ള വീഡിയോ ഒക്കെ എല്ലാം ഒന്ന് ഞോണ്ടി കണ്ട് നിങ്ങൾ ഇതൊന്ന് വാച്ചിങ് അവർ ഒന്ന് കൂട്ടി സെറ്റാക്കി തരിക. നാളെ നമ്മൾ 4000 വാച്ചിങ് അവർ ആക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ഹാപ്പി ഓണം.